കാതൽ ദേശം എന്ന ചിത്രത്തിലെ മുസ്തഫ മുസ്തഫ എന്ന് തുടങ്ങുന്ന നൃത്തരംഗം ഒരു തലമുറയുടെ ചടലതാളത്തിൻ്റെ സാക്ഷാത്കാരമായിരുന്നു. സുജാത മാസ്റ്ററാണ് ഈ ചുവടുകൾ സൃഷ്ടിച്ചത്. എപ്പോഴാണ് തമിഴിലേക്ക് വരുന്നത്? തമിഴിലേക്ക് കാതൽ ദേശമാണ് എൻ്റെ ഫസ്റ്റ് മൂവി. മുസ്തഫ മുസ്തഫ. ഫസ്റ്റ് ഫിലിം ഏതായിരുന്നു മലയാളത്തിൽ? ഫസ്റ്റ് ഫിലിം എൻ്റെ ഫിലിം ഉല്ലാസ പൂങ്കാറ്റായിരുന്നു, വിനയൻ സാറ്. ദെൻ ഐ കേം അഗെയിൻ ഗ്രാമഫോൺ. സുജാത മാസ്റ്റർ ഇപ്പോൾ മദ്രാസിൽ പലപ്പോഴും പല തമിഴ് തെലുങ്ക് പടങ്ങളുടെയൊക്കെ സെറ്റിൽ ചെയ്യാൻ ഇവരെ കണ്ടിട്ടുണ്ട്. ചില മലയാള പടങ്ങളിൽ അവർ നേരത്തെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. യാദൃശ്യമായിട്ട് ഒരിക്കൽ മദ്രാസിൽ വെച്ചിട്ട് എൻ്റെ അടുത്ത് ഒരു പടം കോറിയോഗ്രാഫി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കൗതുകം തോന്നി. ഞാൻ അതുവരെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കോറിയോഗ്രാഫിൽ നിന്ന് മാറിയിട്ട് വേറൊരു രീതി എന്നുള്ള രീതിയിലാണ് സുജാത മാസ്റ്റർ വിളിക്കുന്നത്. ഗ്രാംഫോൺ, നമ്മൾ എന്ന് പറയുന്ന സിനിമകളിലാണ് ആദ്യം അവർ ചെയ്യുന്നത്. അത് രണ്ടും അടുത്തടുത്ത് വന്ന സിനിമകളാണ്. രണ്ട് പടത്തിലും അവർ തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ ഗ്രാംഫോണിൽ 2 പാട്ട് അവർ ചെയ്തു, പ്രധാനപ്പെട്ട 2 പാട്ട്. ഒന്ന് പൈക്കുറുമ്പിയെ മേയ്ക്കും എന്ന് പറയുന്നൊരു പാട്ടുണ്ട്, അതിൽ ഡ്യുവറ്റ് സോങ് ഉണ്ട്. ഡ്യുവറ്റ് സോങ് സെറ്റ് ഇട്ടിട്ട് എടുത്തൊരു പാട്ടാണ്, അത് സുജാത മാസ്റ്ററാണ് കോറിയോഗ്രാഫി ചെയ്തത്. പിന്നെ നമ്മളിൽ സുഖമാണി നിലാവ് എന്ന് പറയുന്ന പാട്ട് സുജാത മാസ്റ്ററാണ് കോറിയോഗ്രാഫി ചെയ്തത്. സുഖമാണി നിലാവ് എന്ത് സുഖമാണി കാറ്റ്. അപ്പോൾ ഈ സുഖമാണി നിലാവ് എന്നുള്ള പാട്ട് കേട്ടപ്പോൾ ആദ്യം അവരെ കേൾപ്പിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു, ഇതിൻ്റെ അകത്ത് എന്ത് കോറിയോഗ്രാഫി ഉള്ളത് സാർ? എനിക്ക് അങ്ങനെ തോന്നിയില്ല, കാരണം ഒരു സ്ലോ സോങ് ആണല്ലോ. ഞാൻ പറഞ്ഞു, ഇത് അങ്ങനെ ഒരു ഡാൻസ് പാട്ട് ഡ്യുവറ്റ് എന്നുള്ള രീതിയിലല്ല ഞാൻ കൺസീവ് ചെയ്യുന്നത്. ഇത് ഞാൻ ഷോട്ട് എടുത്തോളാം. ഞാൻ സുജാതയോട് അങ്ങനെ പറഞ്ഞു, ഇത് ഞാൻ ഷോട്ടുകൾ എടുത്തോളാം. ആ ഷോട്ടിൽ എനിക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയും. ഇപ്പോൾ പുതിയ പിള്ളേരാണ് അഭിനയിക്കുന്നത്, പെൺകുട്ടി ആദ്യമായിട്ട് അഭിനയിക്കണം, പയ്യനും ആദ്യമായിട്ട് അഭിനയിക്കണം. അപ്പോൾ അവരെ കൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു കൊടുക്കണം. അതാണ് സുജാതയുടെ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. പക്ഷേ ഓരോന്ന് കഴിയുമ്പോഴും സുജാതയുടെ ഇംപ്രവൈസേഷൻ കൊണ്ട് ആ പാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയണ്ട, ബ്ലോക്ക് ബസ്റ്റർ ഓൾ സോങ്സ് മ്യൂസിക്കൽ മൂവി ആയിരുന്നു സ്വപ്നക്കൂട്. ഇറ്റ് വാസ് ആക്ച്വലി എന്താ പറയാനാ, എല്ലാ സോങ്സും സൂപ്പർ ഹിറ്റ് സോങ്സ് ആണ്. അത് ഒരു സോങ്ങും ഇത് ബെസ്റ്റ് പറയാൻ പറ്റില്ല. സുജാത മാസ്റ്റർ ശരിക്കും ആദ്യമായിട്ട് കൊറിയോഗ്രാഫി ചെയ്തതും എനിക്കൊന്ന് കൂടെ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മഴവില്ല് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ കൊറിയോഗ്രാഫർ സുജാത മാസ്റ്റർ ആയിരുന്നു. അതുപോലെ തന്നെ അതിലൊരു ചെറിയൊരു ക്യാരക്ടറും പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. വിയന്നയിലായിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ് നടന്നിരുന്നത്. ഒരു 45 ദിവസത്തോളം വിയന്നയിലായിരുന്നു ഷൂട്ടിംഗ്. അപ്പോൾ ആ സമയത്ത് പുള്ളിക്കാരിയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഒരു ഫാമിലി പോലെയായിരുന്നു. ഈ പറയുന്ന പോലെ സോങ്ങിൻ്റെ സീക്വൻസും അതുപോലെ തന്നെ സീനുകളും അതുപോലെ ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്രകളുമെല്ലാം വളരെ ഫണ്ണിയായിരുന്നു. വളരെ രസകരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. പിന്നെ അതിനുശേഷം സ്വപ്നക്കൂട് എന്ന് പറഞ്ഞ സിനിമയിൽ വന്നപ്പോൾ പോലും ഈ പറയുന്ന പോലെ വീണ്ടും വിയന്നയിൽ തന്നെയായിരുന്നു ഇതിൻ്റെ ഷൂട്ടിങ്. പിന്നെ ഈ ഇടയ്ക്ക് മമ്മി ആൻഡ് മീ എന്ന് പറഞ്ഞ ചിത്രത്തിലും സുജാത മാസ്റ്റർ ഉണ്ടായിരുന്നു. എനിക്ക് വളരെ പേഴ്സണലി ഒരു കംഫർട്ട് ലെവൽ, ഞങ്ങൾ തമ്മിൽ കംഫർട്ട് ലെവൽ വളരെ ഈസിയാണ്. ഞാൻ വിദേശത്ത് പോയി ഷൂട്ട് ചെയ്തിട്ടുള്ള എല്ലാ പാട്ടുകളുടെയും കൊറിയോഗ്രാഫർ സുജാതയായിരുന്നു. ഇപ്പോൾ ഗോൾഡുണ്ട്, മഞ്ഞുപോലും വീട്ടി, അങ്ങനെ കുറേ പടങ്ങളിൽ ഞാൻ വിദേശത്ത് പോയി ഷൂട്ട് ചെയ്തൊക്കെ അവരായിരുന്നു. അവർ പോകുമ്പോൾ അവരായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ആ ഒരു സ്പിരിറ്റ്, ഭയങ്കര സ്പിരിറ്റുള്ള ഒരു ലേഡിയാണ് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്താ പറയുക, ഇപ്പോൾ വിദേശത്തൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഇത് കിട്ടിയിട്ടുണ്ടെന്ന് ഈ ഫീമെയിൽ ആർട്ടിസ്റ്റുകൾക്ക് അവർക്കൊരു ചേച്ചിയുടെ കെയർ ഇവർ കൊടുക്കുമായിരുന്നു. ഈവൻ നമ്മൾ ചിലപ്പോൾ ഒരു നഗരത്തിൽ ഇപ്പോൾ പാരീസിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ സ്ട്രീറ്റിൽ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കോസ്റ്റ്യൂമൊക്കെ മാറ്റി ഇടാനുള്ള സമയം സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഇവർ തന്നെയാണ് ഈ ഹീറോയിനെ കൊണ്ടുവന്നിട്ട് എവിടേക്കെങ്കിലും ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഇവർ തന്നെ ക്ലോത്തൊക്കെ പിടിച്ച് അവരെ കൊണ്ട് ഡ്രസ്സ് മാറ്റിച്ച്, ഈവൻ മുടി അവിടെ നമ്മൾ ഹെയർ ഡ്രസ്സറൊന്നും കൊണ്ടുപോകുന്നില്ല. ഹെയർ ഡ്രസ്സർ കൊണ്ടുപോകാൻ നമുക്ക് ചിലവായതുകൊണ്ട് ഹെയർ ഡ്രസ്സിങ് ഇപ്പോൾ ഈ കറുപ്പിനഴക് എന്നുള്ള പാട്ടിൽ മീര ജാസ്മിൻ്റെ ഭാവനയുടെയൊക്കെ ഹെയർ സ്റ്റൈൽ പലതും സുജാതയുടെ കോൺട്രിബ്യൂഷനാണ്. സാർ പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് ഒരു കിച്ചൺ സംഭവമാണ്,
അതിൽ നമുക്ക് കുറേ കോൺട്രിബ്യൂട്ട് ചെയ്യണം മാസ്റ്റർ. എന്തെങ്കിലും ഒരു ടോം ആൻഡ് ജെറി പുള്ളിങ് ലെഗ്സ് അതുപോലെ ഒരു കോൺട്രിബ്യൂഷൻ ആയിരിക്കണം. ഞങ്ങൾ അവിടെ തന്നെ ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഒരു ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഓവർ സീക്വൻസും. അതൊരു പാട്ടിൻ്റെ സിറ്റുവേഷൻ തന്നെയല്ല ശരിക്കും പറയണമെങ്കിൽ, കാരണം ഒരു സീനാണ് ശരിക്കും അത്. കാരണം ഇവള് മീര യാസ്മിൻ്റെ ക്യാരക്ടറിനെ പൃഥ്വിരാജ് വന്നിട്ട് ശരിക്കും പറഞ്ഞെങ്കിൽ ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് ശരിക്കും. ആ സീൻ ചിലപ്പോൾ സീനായി വരുമ്പോൾ അത് ചിലപ്പോൾ ബോറടിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിൽ ഞങ്ങൾ പാട്ടാക്കാൻ തീരുമാനിക്കുകയും ആ പാട്ട് ഇപ്പോൾ കൈതപ്രം എഴുതി മോഹൻ സിത്താര ട്യൂൺ ചെയ്തപ്പോൾ വർത്തമാനം പറയുന്നവർ ഇഷ്ടമല്ലടാ എന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പോൾ ഇതെങ്ങനെ പിക്ചറൈസ് ചെയ്യുന്നുള്ളത് സുജാതേൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് സിറ്റുവേഷൻ, നിങ്ങൾ ആലോചിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടതാണ്. പക്ഷെ അത് നന്നായിട്ട് അവർ ചെയ്തു എന്നുള്ളതാണ്. കാരണം വെച്ചാൽ കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ചില കുറുമ്പുകളും കുസൃതികളും ഈവൻ എന്താണ് ഇവരെ കെട്ടിയിട്ടിട്ട് നമ്മൾ പാടുന്ന അങ്ങനെയൊക്കെയുള്ള പല സാധനങ്ങൾ നമ്മൾ അതൊക്കെ ഇമ്പ്രവൈസ് ചെയ്ത് ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് ഇമ്പ്രവൈസ് ചെയ്ത് അപ്പോൾ സുജാതയും അതിൽ ഭയങ്കര ഇൻവോൾവ് ആയിട്ട് ഇപ്പോൾ ഇവൻ കിടന്നിട്ടൊക്കെ തലവറിഞ്ഞിട്ട് അവരും അതൊക്കെ അനുകരിച്ച് അഭിനയിച്ച് കാണിച്ചു കൊടുത്ത്, അതുപോലെ സുജാതയുടെ കൂടെയുള്ള അസിസ്റ്റൻസൊക്കെ അവർ അഭിനയിച്ച് കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ ചെയ്ത ഒരു പാട്ടാണ് ഈ സ്വപ്നക്കൂട് സോങ് റിലീസായപ്പോൾ പിന്നെ എല്ലാവരും സ്വപ്നക്കൂട് കറുപ്പിനഴക് മാസ്റ്ററല്ല അങ്ങനെ പറയാൻ തുടങ്ങി. സുജാത മാസ്റ്ററല്ല, ആരാ സുജാത മാസ്റ്റർ, അതാ കറുപ്പിനഴക് ചെയ്ത മാസ്റ്ററാണ് അങ്ങനെ പറയാൻ തുടങ്ങി എല്ലാവരും. പിന്നെ സിദ്ദിഖ് സർ ക്രോണിക് ബാച്ചിലർ ചെയ്തു. സ്വയംവര ചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ പ്രണയമധുരം അവൾക്കായി പകർന്നു വരുമോ. கொஞ்சம் കളിപ്പിന്നലേ നെഞ്ചിൻ കിളി കൊഞ്ചലേ. പിന്നെ എൻ്റെ പടം കുറേ ചെയ്തു. ചാന്തുപട്ട് ചാന്തുപട്ട് അത് എൻ്റെ ഹോൾ സിനിമയിലെ പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഓമനപ്പുഴ കടപ്പുറത്തിന്നോമനെ പൊന്നോമനെ ഈ നല്ല മുഖം പാടിയതെന്തിങ്ങനെ ഇങ്ങനെ. ഓമനപ്പുഴ ഫുൾഫിൽനെസ് കിട്ടത്തില്ല ഒരു ബോയ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഗേൾ പോലെ ചെയ്യുന്ന ഒരു ബോയ് വേണം ദിലീപ് സാറിനെ കാണിക്കാൻ. ഗേൾ വെച്ചാൽ കുഴപ്പമാവും. എന്താണെന്ന് വെച്ചാൽ ഗേളുടെ ബോഡി ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു മേൽ തന്നെ അതുപോലെ ചെയ്യണമെന്ന് വെച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഐഡിയ തോന്നി. അപ്പോൾ ഞാൻ ആൾറെഡി പറഞ്ഞു വെച്ചു സാങ് എപ്പോഴാണ് എനിക്കറിയില്ല ഡേറ്റ്സ്. പിന്നെ ഞാൻ പറഞ്ഞു വെച്ച എൻ്റെ അസിസ്റ്റൻ്റ് അടുത്ത് അതുപോലെ ഒരു ക്ലാസിക്കൽ പഠിച്ച കുറച്ച് ഈ ഫെമിനൈനായിട്ടുള്ള ഒരു ബോയാണ് എനിക്ക് അസിസ്റ്റൻ്റായിട്ട് വേണമെന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ ക്ലാസിക്കൽ രാജുൻ പറഞ്ഞിട്ട് ഒരു ബോയാണ് കിട്ടിയത്. പിന്നെ മറ്റു സിനിമകൾ ഇത് ചെയ്തു, മനസ്സിനക്ര ചെയ്തു സത്യൻ സാറുടെ സത്യനന്ദികാട് സാർ. മിഴികൾക്കിന്നെന്തു വെളിച്ചം മൊഴികൾക്കിന്നെന്തു തെളിച്ചം കാണാമോ. ആ സോങ് അത്ര കോറിയോ നീഡഡ് അല്ല ആ സോങ്. ആക്ച്വലി ഇറ്റ് വാസ് സംതിങ് ലൈക്ക് സിറ്റുവേഷൻ സോങ് ആണ്. കോൺസെപ്റ്റ് ആയിരുന്നു, അതായത് കോൺസെപ്റ്റ് ആയിരുന്നു സാർ. ചെറിയ മൂമെൻറ്റ്സും പിന്നെ ആ കോൺസെപ്റ്റ് തന്നെ മുകേഷ് സാറും ഹർഷി അശോകൻ സാർ പിന്നെ മോഹൻലാൽ സാറൊക്കെ ആയിരുന്നു.